ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അറസ്റ്റിന് സാധ്യതയേറി. വീണ ഉൾപ്പെടെയുള്ളവർക്ക് SFIO ഉടൻ സമൻസ് അയക്കും. അതേസമയം ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ EDയും കേസിൽ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് 24നോട് പറഞ്ഞു. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റിന് കളമൊരുങ്ങുന്നത്. വിചാരണാ നടപടികൾക്ക് തൊട്ടു മുൻപായി SFIO പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. ഇതിനിടെ കേസിൽ SFIO റിപ്പോർട്ട് 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടുകയും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ ആക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റി ഈ തട്ടിപ്പിന്റെ ഭാഗമായി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ് പാർട്ടി കോൺഗ്രസിനെ തകർക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിന്ന് അതിൻ്റെ അവിടെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന മാരിറ്റിലാണ്, മധുരയിൽ. ആ പാർട്ടി കോൺഗ്രസ് CPMന് ഇപ്പോഴും ആദർശം മരിച്ചു പോയിട്ടില്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. അതേസമയം ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ EDയും അന്വേഷണം ആരംഭിച്ചു. SFIOയിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ED തേടിയിട്ടുണ്ട്. പ്രതികളെ EDയും വൈകാതെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. അതേസമയം SFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധ വലയം തീർക്കുകയാണ് CPM നേതൃത്വം. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും എന്നാണ് CPM നിലപാട്. CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെയുള്ള കേന്ദ്ര ഏജൻസി നടപടിയെ സംശയത്തോടെയാണ് നേതാക്കൾ കാണുന്നത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹതയെന്ന് CPIM കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിചേർത്തത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാണ് CPIM വിലയിരുത്തൽ. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെയുള്ള കേന്ദ്ര ഏജൻസി നീക്കത്തെയും സംശയത്തോടെയാണ് പാർട്ടി കാണുന്നത്. പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് മാത്രമല്ല, പിണറായി വിജയനും സ്റ്റാലിനും 2 മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. ആ ദിവസം നോക്കിയിട്ടാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കം മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള നീക്കമാണെന്നും നേതാക്കൾ. ഈ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ ഗൂഢനീക്കങ്ങളുണ്ട്. അത് UDF ഉണ്ട്, BJP ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഈ നീക്കം നടത്തുന്നത്. ഒരു തരത്തിലും പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയോ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ഒരു കാരണവശാലും ഇത് തളർത്താൻ അനുവദിക്കില്ല. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി, PB, CC തെരഞ്ഞെടുപ്പുകൾ ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പിണറായി വിജയനെയും മകളെയും പ്രതിരോധിച്ച് നേതാക്കൾ കൂട്ടമായി രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയം. 24, മധുര. വീണ വിജയനെ SFIO പ്രതി ചേർത്തതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനാണ് UDF ഒരുങ്ങുന്നത്. വീണ വിജയന് പണം വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. SFIO കുറ്റപത്രത്തിലെ വിവരങ്ങളും വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. വീണയിലൂടെ പ്രതിപക്ഷം ഉന്നമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ. മുഖ്യമന്ത്രിയുടെ രാജിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്.
രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. മാസപ്പടിയിൽ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയില്ലാതെ പറഞ്ഞത്. അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ. പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJPയുടെയും തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെതിരെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക്. മഹാരാഷ്ട്രയിലെ നാന്ദേഡിൽ ട്രാക്ടർ കിണറ്റിലേക്ക് വീണ് 8 സ്ത്രീകൾ മരിച്ചു. കൃഷിപ്പണിക്കായി സ്ത്രീകളെയും കൊണ്ടുപോയ ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. 12 സ്ത്രീകളായിരുന്നു ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ 12 സ്ത്രീകളാണല്ലോ ആ ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? വിജയകുമാർ, ഇന്ന് രാവിലെ ഏതാണ്ട് 7:30യോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നാന്ദേഡിൽ നിന്ന് ഹിങ്കോളിയിലേക്ക് തൊഴിലാളികളുമായി പോവുകയായിരുന്നു ഈ ട്രാക്ടർ. ഹിങ്കോളിയിൽ ഈ മഞ്ഞളുടെയും നിലക്കടലയുടെയും ഒക്കെ കൃഷിയാണ് ഈ സ്ത്രീകൾ ചെയ്തിരുന്നത്. അങ്ങനെ പോയ ഒരു ട്രാക്ടറാണ് ഒരു കിണറിലേക്ക് മറിഞ്ഞു വീണത്. ആൾമറയുണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയം, പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടന്നില്ല. വെള്ളത്തിനടിയിലേക്ക് ട്രാക്ടർ ആണ്ടുപോയതും അതിൻ്റെ ഭാരവും അതിനടിയിലേക്ക് സ്ത്രീകൾ പെട്ടുപോയതും ഒക്കെയാണ് ആ തരത്തിൽ ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയായി മാറിയത്. എന്നാൽ പോലും 2 സ്ത്രീകളെ ആ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. ശേഷിച്ചവരുടെ ഓരോരുത്തരുടെയും മൃതദേഹങ്ങളാണ് പിന്നീട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ട്രാക്ടർ ഓടിച്ചത് ഒരു 15-കാരനാണ് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന്, ദൃക്സാക്ഷികളിൽ നിന്ന് വരുന്നുണ്ട്. അവിടുത്തെ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ കൂടി കാണുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ട്രാക്ടർ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രദേശത്ത് ഈ അപകടത്തിന്റെ സമയത്തും അതിന് പിന്നാലെയും ഒക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷാദൗത്യത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. ഏതായാലും ഇപ്പോഴും ആ ദൗത്യം ആ തരത്തിൽ തന്നെ തുടരുന്നു. 8 പേരുടെ മൃതദേഹം കണ്ടെത്തി 2 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു. ശേഷിച്ച 2 സ്ത്രീകൾ കൂടിയുണ്ട്. ഒപ്പം ഈ ട്രാക്ടർ ഓടിച്ച ആളെ കൂടി കണ്ടെത്താനുണ്ട്. വിജയകുമാർ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിൽ നിന്നാണ് അതിദാരുണമായ ആ സംഭവത്തിന്റെ വിവരങ്ങൾ വരുന്നത്. ട്രാക്ടർ കിണറ്റിലേക്ക് വീണ് 8 സ്ത്രീകളാണ് മരിച്ചത്. ആ ട്രാക്ടർ ഓടിച്ചത് ഒരു 15 വയസ്സുകാരനാണ് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. പ്രാദേശിക മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ വഖഫ് നിയമഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക്. ഭരണഘടനയ്ക്ക് നേരെയുള്ള മോദി സർക്കാരിന്റെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. വഖഫ് ബില്ല് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ബില്ലിനെ പിന്തുണച്ച നിലപാടിൽ പ്രതിഷേധിച്ച് JDUവിൽ നിന്ന് നേതാക്കൾ രാജിവെച്ചു. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ബില്ല് പാസായതോടെയാണ് കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഭരണഘടനാ തത്വങ്ങൾക്കെതിരായ മോദി സർക്കാരിന്റെ ആക്രമണത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബില്ലിനെ പിന്തുണച്ച JDU നിലപാടിനെതിരെ നേതാക്കൾ രംഗത്തെത്തി. മുതിർന്ന നേതാക്കളായ മുഹമ്മദ് അഷ്റഫ് അൻസാരി, മുഹമ്മദ് തബ്രൈസ് സിദ്ദിഖി, ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറി ഷാനവാസ് മാലിക്, രാജു നയ്യാർ എന്നിവർ രാജിവെച്ചു. എന്നാൽ രാജിവെച്ചവർ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരല്ലെന്നാണ് JDU ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം. NDA എടുത്ത തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും ദേശീയ വക്താവ് രാജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞു. വിനീത VG 24 ഡൽഹി. പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം തുടരുന്നു. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ ആവർത്തിച്ചു. മുനമ്പത്തെ പ്രശ്നം ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് UDFന്റെയും LDFന്റെയും വാദം. അതേസമയം മുനമ്പത്തിൽ സംസ്ഥാന സർക്കാരാണ് ഒന്നാം പ്രതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി.
ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നന്മയുള്ള സ്ഥാപനമാണ്. ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അതിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് വളരെ മനോഹരമായി പാർലമെന്റിൽ ഇരുസഭകളിലും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു. നാളെ ചർച്ച് ബില്ല് വരും. ചർച്ച് ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട്, ചില വ്യവസ്ഥകൾ നമ്മൾ എതിർത്തിട്ടുണ്ട്. ഈ അനുകൂലിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഭവങ്ങൾക്കും അത് നീതി വ്യവസ്ഥയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാകണം. ആ ഭാഗമാണ് മാത്രമാണ് നമ്മൾക്ക് അതിനുവേണ്ടി അനുകൂലിച്ചത്. മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടാകും. അപ്പീലിൽ വിശദമായ വാദം പിന്നീടായിരിക്കും ഹൈക്കോടതിയിൽ നടക്കുക. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇതിൽ ഇടക്കാല ഉത്തരവ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ചിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രാഥമിക വാദം മാത്രമാണ് നടന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുനമ്പം കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം പിന്നീടാണ് കേൾക്കുന്നത്. പക്ഷേ അതിനു മുൻപായി ഒരു ഇടക്കാല ഉത്തരവുണ്ടാകും. അത് തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം വെക്കേഷനിലേക്ക് പോവുകയാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി ആവശ്യത്തിലാണ് ഈ ഉത്തരവുണ്ടാകാൻ പോകുന്നത്. അതായത് ആ കമ്മീഷൻ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കും ഒരു അടിയന്തര ഉത്തരവുണ്ടാകുന്നത്. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. ഇന്ന് സർക്കാർ കോടതി മുൻപാകെ കോടതിയെ കൺവിൻസ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തുകയുണ്ടായി. കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഈ മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ മുനമ്പത്തെ ആളുകൾക്കായി നിയമനിർമ്മാണം നടത്തും എന്നാണ് ഇപ്പോൾ അവിടെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച അറിയാം എന്താണ് അക്കാര്യത്തിൽ കോടതിയുടെ നിലപാടെന്ന്. അതേസമയം തന്നെ ഈ വഖഫ് ബില്ല് അത് പാസ്സായ കാര്യവും അത് നിയമമായ കാര്യവും കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട്. മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ തിങ്കളാഴ്ചയാണ് ഇടക്കാല ഉത്തരവ് വരുന്നത്. സംസ്ഥാന സർക്കാർ ആ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോടതി അതിൽ തീരുമാനമെടുക്കും ഇടക്കാല ഉത്തരവിലൂടെ തിങ്കളാഴ്ച. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് നാടകീയ നീക്കങ്ങൾ. വഖഫ് ബില്ലിനെതിരായ നിയമസഭയുടെ പ്രമേയം BJP പ്രവർത്തകർ പ്രതീകാത്മകമായി കടലിൽ താഴ്ത്തി. സമരത്തിന്റെ ഭാഗമായ 50ഓളം പേരെ മുനമ്പത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബിൽ പാസ്സായ ഇന്നലെയും ഇന്നു പുലർച്ചെയും മുനമ്പം സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുദ്രാവാക്യങ്ങൾ. വഖഫ് ബിൽ രാജ്യസഭയും കടന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മുനമ്പത്ത്. സമരത്തിന്റെ മുഖമായ ബെന്നി ജോസഫ്,
നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെൻറ്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെൻറ്റ് ബിൽ പാസ്സായി ഇന്ന് മുതൽ അത് ലോ ആവുന്നു. മുനമ്പം സമരത്തിന്റെ ഭാഗമായ 50ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി BJP പ്രവർത്തകർ കടലിൽ താഴ്ത്തി. പ്രമേയം ജനം അറബിക്കടലിൽ എറിയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. അതേസമയം മുനമ്പം സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രേഖകൾ, റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. വഖഫ് ബിൽ പാസാക്കിയതിൽ നരേന്ദ്രമോദിയെ കണ്ട് നന്ദി പറയണമെന്ന് സ്ഥലത്തെത്തിയ BJP നേതാക്കളോട് മുനമ്പം സമരക്കാർ ആവശ്യപ്പെട്ടു. 24 കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി കോൺഗ്രസ് ഘടകത്തിൽ രാജി. DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനമാണ് നേതൃത്വത്തോട് അതൃപ്തി പരസ്യമാക്കി രാജിവെച്ചത്. കോൺഗ്രസിന് ക്രിസ്ത്യൻ വിരുദ്ധ സമീപനമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടുമെന്നും ബെന്നി പറഞ്ഞു. രാജിവെക്കാനുള്ള കാര്യം ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ നിലപാടിൽ മോശമായ നിലപാട്, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നു. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഞാൻ അറിയിക്കുക. നമ്മളിത് പല വേദികളിൽ പറഞ്ഞു, പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞു, യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജിവെച്ച് കഴിയും. KPC പ്രസിഡന്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്ത പോലുമില്ല. കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് പോലും അവർക്ക് അഭിപ്രായമില്ല. ലോക്സഭയിലെ വഖഫ് ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തത് ന്യായീകരിക്കാനാകില്ല എന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലാണ് വിമർശനം. വഖഫ് ബില്ലിനെ എതിർത്ത കോൺഗ്രസ് CPM നിലപാടിനെ വിമർശിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക മുഖപ്രസംഗം എഴുതി. വിപ്പ് ലംഘിച്ച് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താതിരുന്നതിനെ ന്യായീകരിക്കാനാകില്ലെന്നും നടപടി കളങ്കമായി എന്നുമാണ് സമസ്ത മുഖപത്രത്തിന്റെ വിമർശനം. ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം മുസ്ലിംകൾക്കും ഇന്ത്യൻ മതേതരത്വത്തിനുമെതിരെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് വഖഫ് ബില്ല്. ഇനിയുള്ള നിയമ പോരാട്ടത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകും എന്ന ഉറ്റുനോട്ടത്തിലാണ് ഭാവി ഇന്ത്യയെന്നും പത്രം പറയുന്നു. ബില്ലിനെ എതിർത്ത കോൺഗ്രസിനെയും CPIMനെയും അതിരൂക്ഷമായി വിമർശിച്ചാണ് ദീപികയുടെ മുഖപ്രസംഗം. കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കോൺഗ്രസും CPIMും അവഗണിച്ചുവെന്ന് ദീപിക മുഖപ്രസംഗം പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ കോൺഗ്രസ് CPIM MPമാർ പാർലമെന്റിൽ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. വഖഫ് ബില്ലിലെ മൗനത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ വിമർശനം തുടരുകയാണ് SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ. മുസ്ലിംകൾ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ ധൈര്യപ്പെടാത്ത ഷാഫിയെ പോലുള്ളവരെ സംഘടനാ ഭേദമില്ലാതെ സമുദായം കൈയൊഴിയുമെന്നാണ് വിമർശനം. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെ ആക്രമണമുണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടും കേസെടുക്കാതെ പോലീസ്. നവരാത്രി ആഘോഷം കഴിയും വരെ നടപടിയെടുക്കില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത്. സംഭവം പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചു. ഏപ്രിൽ 1 പോലീസിന്റെ മൂക്കിന് താഴെ SP ഓഫീസിന് മുന്നിൽ നടന്ന ആക്രമണം. ദൃശ്യങ്ങളടക്കം ലോകം മുഴുവൻ കണ്ടിട്ടും കേസെടുത്ത് പ്രതികളെ പിടികൂടാൻ മടിക്കുകയാണ് പോലീസ്. ആക്രമണം നടത്തിയ VHP ബജ്രംഗ് ദൾ പ്രവർത്തകരെ തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നിരിക്കെയാണ് ഈ മെല്ലെപ്പോക്ക്. ഇവിടെ നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 9 days ഫാസ്റ്റിംഗ് പ്രെയർ ആണ് ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ പോലീസ് പറയുന്നത് നവരാത്രി കഴിയാതെ നമ്മളെന്ത് ചെയ്യുന്നത് ശരിയാവില്ല എന്നാണ് ഒരു പക്ഷം. പിന്നെ വേറൊരു പക്ഷം അവർ പറയുന്നത് ഇവർ ഓൾറെഡി ഇതിൽ ഇൻവോൾവ് ആയിട്ട് ആളുകൾ അണ്ടർഗ്രൗണ്ട് ആണെന്ന് പറയുന്നത്. 2 കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം. ആദ്യം ആദിവാസികൾ അടക്കമുള്ള തീർത്ഥാടക സംഘത്തെ, പിന്നാലെ വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വൈദികരെ. നിയമം നിയമത്തിന്റെ വഴിയെന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് പക്ഷേ മറുപടി ഇങ്ങനെ: ഇതാണ് കുത്തിത്തിരിപ്പ്, ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. മധ്യപ്രദേശിൽ നേരത്തെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പുതിയ സംഭവം അരക്ഷിതാവസ്ഥ കൂട്ടിയിട്ടുമുണ്ട്. മർദ്ദനമേറ്റ വൈദികരുടെ പരിക്ക് ഗുരുതരമല്ല. 24 മുംബൈ. പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും തമ്മിൽ വാക്പോര്. ജബൽപൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ജോൺ ബ്രിട്ടാസിനെ പരാമർശിച്ച് ക്ഷുഭിതനായാണ് ഇന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചത്. നടനകലയിലെ വൈഭവം സുരേഷ് ഗോപി പ്രകടിപ്പിക്കുന്നത് ആകാം എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ മറുപടി. ഇരുവരുടെയും പ്രതികരണങ്ങളിലേക്ക്. അക്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് രാജ്യസഭയിൽ ഉൾപ്പെടെ പറഞ്ഞത്. അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. ചെങ്കടലായി മധുര. CPIM 24-ാം പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസ് ബന്ധത്തെ തള്ളി പശ്ചിമ ബംഗാൾ ഘടകം. കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനോട് അടുക്കുന്നു. പ്രായപരിധി ഗുണം ചെയ്തെന്നും ബംഗാൾ ഘടകം. സ്ത്രീകളുടെ ദൈനംദിന വിഷയങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല എന്ന ചർച്ചയിൽ TNCMയുടെ വിമർശനം. രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറയും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി നയത്തിൽ നിന്നും ഭിന്നമായി കോൺഗ്രസുമായി സഖ്യം രൂപീകരിച്ചതിന് വിമർശനം നേരിട്ട ബംഗാൾ ഘടകം ഇത്തവണ കോൺഗ്രസുമായി അകന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസുമായി അടുക്കുകയാണെന്നും കഴിഞ്ഞ കാലങ്ങളിലേതുപോലുള്ള സഖ്യം സാധ്യമല്ല എന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. പാർട്ടിയുടെ തിരിച്ചുവരവിന് സമയമെടുക്കും. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാലും പാർട്ടിക്ക് നേരിയതെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ബംഗാൾ പ്രതിനിധികൾ ചർച്ചയിൽ അറിയിച്ചു. പ്രായപരിധി നടപ്പാക്കിയത് ഗുണം ചെയ്തെന്നും തൃണമൂലിനേക്കാൾ യുവാക്കളുടെ പാർട്ടിയായി CPIMന് മാറാൻ കഴിഞ്ഞെന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബംഗാൾ നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ MA ബേബിക്ക് ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നും ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രതികരിച്ചു. Central committee is not elected. This will be the final day on 6th, and there is no question, it's rumor. So because there is no discussion at this moment, no rumor at this moment, only it's a part of the party congress. And on the last day, the central committee will be elected. Once the central committee will be elected, the central committee will elect in turn the general secretary. അതേസമയം പ്രാദേശിക തലത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെന്നും സ്ത്രീകളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നും കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച TNCMA വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാകും പ്രകാശ് കാരാട്ട് മറുപടി പറയുക. അതേസമയം ജനറൽ സെക്രട്ടറി ആര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി തുടരുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
CPM പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. പ്രതിനിധികൾ കഫിയ അണിഞ്ഞാണ് സമ്മേളനത്തിനെത്തിയത്. സമ്മേളന ഹാളിൽ മുദ്രാവാക്യം വിളിച്ചും പിന്തുണ അറിയിച്ചു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, സമ്മേളന വേദിയിൽ നിന്നുള്ള ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ ചർച്ച തുടരുകയാണല്ലോ അല്ലേ? കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച അവസാനിക്കുകയാണ്. ഇന്നലെ രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ചർച്ച ഇപ്പോൾ 1 മണിയോടുകൂടിയാണ് സമാപിച്ചിരിക്കുന്നത്. മൊത്തം ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും നടന്നത്. കേരളത്തിൽ നിന്ന് 5 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഡോക്ടർ TN സീമ അടക്കം ജെയ്സി തോമസ് തുടങ്ങിയ ആളുകളാണ് ഇന്ന് സംസാരിച്ചത്. ഇന്നലെ KK രാഗേഷും കൊച്ചി മേയർ M അനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്നു. ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവം പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു പ്രമേയമായിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയത്തിൽ പ്രതിനിധികൾ പങ്കെടുത്തത് പലസ്തീന്റെ ഒരു ചിഹ്നമായി കണക്കാക്കാവുന്ന കഫിയ വസ്ത്രം അണിഞ്ഞാണ്. ഈ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രതിനിധികളും എഴുന്നേറ്റ് നിന്ന് ഈ പ്രമേയ അവതരണ വേളയിൽ മുദ്രാവാക്യം വിളിച്ചു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്ത് മാധ്യമങ്ങൾക്ക് സംഘാടകർ നൽകുകയുണ്ടായി. ഇതാണ് ഇന്ന് സമ്മേളനത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യം. പൊതുചർച്ച പൂർത്തിയായി. വൈകുന്നേരം 3 മണിക്ക് ഇന്ന് പ്രകാശ് കാരാട്ട് ഈ മറുപടി തയ്യാറാക്കാനായി നടക്കും. അതിനുശേഷം വൈകുന്നേരം 7 മണിക്കാണ് സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം നടക്കാൻ പോകുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു മധുരയിൽ നിന്ന്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. MA ബേബിയെ കൂടാതെ BV രാഘവലു, അശോക് ദാവ്ളെ, മുഹമ്മദ് സലീം എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അവസാന മണിക്കൂറുകളിൽ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ MA ബേബി പാർട്ടിയുടെ തലപ്പത്തേക്കെത്തും. എന്നാൽ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത നിര്യാണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ പകരക്കാരനായിരുന്ന ചർച്ചകൾ CPIM-ൽ തുടങ്ങിയിരുന്നു. ബൃന്ദ കരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായത്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ മുൻതൂക്കം. എന്നാൽ ബൃന്ദ കരാട്ടും നേതൃത്വവും അതിൽ താൽപര്യം കാട്ടിയില്ല. ബൃന്ദ കരാട്ട് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനാണ് അവരെ PB കോർഡിനേറ്റർ ആക്കാതിരുന്നത്. മഹാരാഷ്ട്രയിലെ കർഷക സമരങ്ങളിലൂടെ ശ്രദ്ധേയനായ അശോക് ദാവ്ലെയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകളും CPIM പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവ്ളെ അവിടെ തുടരുന്നതാണ് ഗുണകരമെന്ന വിലയിരുത്തൽ അതും മാറ്റിവെച്ചു. പ്രായപരിധിയിൽ ഒഴിയുന്നവരെ മാറ്റി നിർത്തിയാൽ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ നേതാവാണ് BV രാഘവലു. എന്നാൽ ആന്ധ്രയിലെ ചാനൽ കൈമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം രാജിവെച്ചതും രാഘവലുവിന് തടസ്സമായി മാറി. ബംഗാൾ ഘടകത്തിലും BV രാഘവലുവിനോട് മമതയില്ല. ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ. എന്നാൽ മുഹമ്മദ് സലീമിനെ ഡൽഹിക്ക് കൊണ്ടുവരുന്നത് തിരിച്ചുവരവിന് കഠിന ശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് നേതൃത്വം കാണുന്നത്. അതോടെ മുഹമ്മദ് സലീമിന്റെ വഴിയും അടഞ്ഞു. Last day, the central committee will be elected. Once the central committee will be elected, the central committee will elect in turn the general secretary. By that time, I don't think you should have any gossip. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി കേരളത്തിൽ നിന്നുള്ള MA ബേബി മാറുന്നത്. കേന്ദ്ര സെക്രട്ടറി അംഗമായ കാലം മുതൽ ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള MA ബേബി പോളിറ്റ് ബ്യൂറോയിലും സീനിയറാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമായ കേരളത്തിന്റെ പിന്തുണ MA ബേബിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരത്തിലാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്കായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇതുമാത്രമാണ് MA ബേബിയുടെ സാധ്യതകൾക്ക് മുന്നിലുള്ള ആശങ്ക. പിണറായി വിജയൻ പിന്തുണച്ചാൽ MA ബേബി ഉറപ്പായും ജനറൽ സെക്രട്ടറിയാകും. പിണറായി പിന്തുണച്ചില്ലെങ്കിൽ കേരള പാർട്ടിയിൽ അത് വലിയ ഭിന്നതയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. മധുരയിൽ നിന്ന് ആർ ശ്രീജിത്ത്, 24. പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാജേഷ് കൃഷ്ണയെ പിന്തുണച്ച CPM ബ്രിട്ടൻ ഘടകം. പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ പുറത്താക്കാൻ കാരണം ബ്രിട്ടൻ ഘടകത്തിലെ പരാതി എന്ന എളമരം കരീമിന്റെ വിശദീകരണം ശരിയല്ല എന്നാണ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് ഘടകത്തിന്റെ നിലപാട്. ബ്രിട്ടനിലെ CPM ഘടകത്തിന്റെ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിനെത്തിയ രാജേഷ് കൃഷ്ണയെ ഉദ്ഘാടന ദിവസമാണ് പുറത്താക്കിയത്. പാർട്ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് രാജേഷ് കൃഷ്ണയെ പുറത്താക്കാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. ബ്രിട്ടനിലെ പാർട്ടി ഘടകത്തിന്റെ പരാതിയെ തുടർന്നാണ് ഒഴിവാക്കലെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ പ്രതികരണം. ഇത് തള്ളിയാണ് ബ്രിട്ടനിലെ CPIM ഘടകം രംഗത്തുവന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല. രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി തീരുമാനിച്ചത് PB അംഗം അശോക് ദാവ്ളെയുടെ സാന്നിധ്യത്തിലാണെന്നും ബ്രിട്ടൻ ഘടകം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നതായും ഘടകം വ്യക്തമാക്കി. സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരമാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാക്കിയത്. നേതൃത്വത്തോട് എതിർപ്പുള്ളവരാണ് പ്രതിനിധിയാക്കിയത് ചോദ്യം ചെയ്ത് പരാതി നൽകിയത്.
ന്യൂമാഹി സ്വദേശിയായ മുഹമ്മദ് ഷറഫും രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാക്കിയതിനെതിരെ പരാതി നൽകിയിരുന്നു. 24 മധുര. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിന്നിൽ വൻ ശൃംഖലയെന്ന് എക്സൈസ്. കടത്തിനുപയോഗിച്ച വാഹനം വാടകയ്ക്കെടുത്തത് എറണാകുളത്ത് നിന്നാണ് എന്നാണ് വിവരം. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 1-ാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ചാറ്റ് വിവരങ്ങൾ പുറത്തുവന്നു. എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡ് മാരാരിക്കുളത്ത് നിന്ന് പിടിച്ചത് 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ കഞ്ചാവാണ്. എന്നാൽ 6 കിലോ പുഷ് ലഭിച്ചിട്ടുണ്ടെന്നും ആവശ്യക്കാരെ എത്തിക്കുകയാണെങ്കിൽ നൽകാമെന്നും ആലപ്പുഴയിലെ ഇടനിലക്കാരിയുമായി മുഖ്യപ്രതി തസ്ലീമ സുൽത്താന ചാറ്റ് ചെയ്തതിന്റെ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു. വിൽപ്പനക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ പേരാണ് പുഷ്. തസ്ലീമയും അറസ്റ്റിലായ സഹായി കെ ഫിറോസും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്തത് എറണാകുളത്ത് നിന്നാണ്. ഇത് വാടകയ്ക്ക് എടുത്തു നൽകിയത് മറ്റൊരു സ്ത്രീയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അവശേഷിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇവരുടെ പക്കലാണോ എന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് പിന്നിൽ വൻ മയക്കുമരുന്ന് ശൃംഖലയുണ്ടെന്നാണ് വിവരം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് തസ്ലീമ സുൽത്താനയ്ക്കുള്ളതെന്നും സൂചനയുണ്ട്. 24 ആലപ്പുഴ. തിരുവനന്തപുരത്ത് ലഹരി കേസിലെ തൊണ്ടി മുതൽ അട്ടിമറി നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DCP നകുൽ ദേശ്മുഖിനാണ് അന്വേഷണ ചുമതല. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവ് പ്രതിയായ ലഹരി കേസിലാണ് തിരുവല്ലം പോലീസിന്റെ അട്ടിമറി. ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഗുണ്ടാ നേതാവ് ഷാജഹാനെയും സംഘത്തെയും പിടികൂടുമ്പോൾ കിട്ടിയ 1.2 ഗ്രാം ഹാഷിഷ് തിരുവല്ലം SI തയ്യാറാക്കിയ മഹസറിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു. 0.66 ഗ്രാം MDMA ഉണ്ടായിരുന്നത് മാറ്റി 0.6 ഗ്രാമായും പിടിച്ചെടുത്ത 2 കാറുകൾ ഒരെണ്ണമായും മഹസറിൽ രേഖപ്പെടുത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിച്ചപ്പോൾ അത് മറികടക്കാൻ മറ്റൊരു മഹസർ തയ്യാറാക്കുകയും വേറൊരു കാർ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഡാൻസാഫിന്റെ നീക്കവും തിരുവല്ലം പോലീസ് ഗുണ്ടകൾക്ക് ചോർത്തി നൽകി. തുടർന്നാണ് സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മഹസർ തയ്യാറാക്കിയ SI തോമസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. നേരത്തെ പോലീസ് നീക്കങ്ങൾ ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിന് മുൻപ് തന്നെ കള്ളക്കേസിൽ കുരുക്കാൻ നീക്കമുണ്ടെന്ന തരത്തിൽ ഷാജഹാൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് ഷാഡോ പോലീസ് എയർ റൈഫിൾ ഉൾപ്പെടെ പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസിന് കൈമാറിയത്. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി ഇത്തവണത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന് തോന്നുന്നു, ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് സർക്കാരിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ഈ വർഷത്തെ പൂരം ശരിയായ വിധം നടത്തണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡ പ്രകാരവും വ്യവസ്ഥാപിതവുമാകണം പൂരം നടത്തിപ്പ് എന്നാണ് കോടതി പറയുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ ചില സംഭവങ്ങൾ കോടതി മുഖവിലക്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നതും. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്ന് ഹൈക്കോടതി പറയുന്നു. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കണമെന്നാണ് പറയുന്നത്. കൃത്യമായ പോലീസ് വിന്യാസം വേണം. DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും കോടതി പറയുന്നു. പൂരം നടത്തിപ്പ് സുഗമമാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും ഇതിനോടകം നിർദ്ദേശം എത്തിക്കഴിഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ട്. ഹർജികൾ കോടതി തീർപ്പാക്കി. ഇത്തവണത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് DYFI പ്രവർത്തകന് ജാതി അധിക്ഷേപവും മർദ്ദനവും. കൂരാച്ചുണ്ട് കല്ലാനോട് സ്വദേശിയായ അഖിൽ ചന്ദ്രന് നേരെ ഇന്നലെയാണ് ആക്രമണമുണ്ടായത്. 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൂരാച്ചുണ്ടിന് സമീപം കല്ലാനോട് നടക്കുന്ന ലഹരി വിൽപ്പന നാട്ടുകാർ ഇടപെട്ട് നിർത്തിയതാണ്. ഇതിനിടയിൽ ബുധനാഴ്ച രാത്രിയാണ് സംശയാസ്പദമായി 2 പേരെ ടൗണിൽ കാണുകയും
ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അഖിൽ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിൽ പ്രകോപിതരായ ലഹരി മാഫിയ സംഘം ഇന്നലെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. മാതാവിനെ അസഭ്യം പറയുകയും വീട് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ അഖിൽ ചന്ദ്രനെ ക്രൂരമായി മർദ്ദിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ പ്രദേശവാസികളായ അതുൽ ഷാജി, ജിബിൻ ജോർജ് എന്നിവരെ പ്രതി ചേർത്ത് കൂരാച്ചുണ്ട് പോലീസ് കേസെടുത്തു. അതിനിടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ 5.69 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. കുരുടിമുക്ക് സ്വദേശി താഴേക്കുനി വീട്ടിൽ നിയാസാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും കൊയിലാണ്ടി പോലീസിന്റെയും പിടിയിലായത്. 24 കോഴിക്കോട്. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24ന്റെ പോരാട്ടം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമാകും. തൃശ്ശൂരിൽ രാവിലെ 7 മണിക്ക് തേക്കൻകാട് മൈതാനിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെയാണ് യാത്ര തുടങ്ങുന്നത്. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയുടെ ആദ്യഘട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച യാത്ര തൃശൂരിലെത്തിയപ്പോൾ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പോരിനിറങ്ങി. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നാടും നഗരവും ആർത്തു വിളിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ SKN ഞായറാഴ്ച മുതൽ വീണ്ടും കേരള യാത്ര തുടങ്ങും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള പ്രത്യേക മോർണിംഗ് ഷോയോടെയാണ് 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 6-7 തീയതികളിൽ യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. 8-9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിലാണ് യാത്രയുടെ സമാപനം. സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് 24. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24. ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800-425-4295 ആണ് ടോൾ ഫ്രീ നമ്പർ. ആശാവർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും. സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. പഠനസമിതിയെ നിയോഗിക്കാമെന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സിന്റെ നിലപാട്. ഇന്നലെ നടന്ന ചർച്ച പരാജയമായതോടെ ഇന്ന് വീണ്ടും ചർച്ചയെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. പഠനസമിതിയെ നിയോഗിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഓണറേറിയം വർധന ഉൾപ്പെടെ പഠനസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാമെന്ന് സർക്കാർ പറയുന്നു. ഈ നിർദ്ദേശം മറ്റെല്ലാ സംഘടനകളും അംഗീകരിച്ചു. എന്നാൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ തീരുമാനം അംഗീകരിച്ചില്ല. ഓണറേറിയം വർധനയല്ലാതെ ഒരു സമവായത്തിനും സമരക്കാരില്ല. ഇനിയൊരു കമ്മിറ്റിയെ വെച്ചിട്ട് പഠിച്ച് 3 മാസം കഴിയുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രപ്പോസൽ വെച്ചു. ഓണറേറിയത്തിന്റെയും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ച് ഈ കമ്മിറ്റി പഠിക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 54-ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 16 ദിവസം പിന്നിട്ടു. തീരുമാനമായില്ലെങ്കിൽ പുതിയ സമര രീതികൾ ഉൾപ്പെടെ പരീക്ഷിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.
വിഖ്യാത ബോളിവുഡ് നടനും സംവിധായകനും നിർമ്മാതാവുമായ മനോജ് കുമാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. രാജ്യം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. 90കളുടെ അവസാനം വരെ സജീവമായി ഇന്ത്യൻ സിനിമയുടെ പതാകവാഹകരിൽ ഒരാളായിരുന്നു മനോജ് കുമാർ. ദേശസ്നേഹം നിറഞ്ഞ എണ്ണമറ്റ ചിത്രങ്ങൾ. ഭാരത് കുമാർ എന്ന വിളിപ്പേര് കിട്ടിയതുപോലും അങ്ങനെയാണ്. നടനായി 60-ലേറെ ചിത്രങ്ങൾ, സംവിധായകനായി 7 ചിത്രങ്ങൾ. പലതിലും ചിത്ര സംയോജകനും മറ്റാരുമായിരുന്നില്ല. ഉപകാർ, ഷഹീദ്, ക്രാന്തി, റൊട്ടി കപട ഓർ മക്കാൻ, ഷോർ തുടങ്ങി മനോജ് കുമാർ എന്ന പേരിനൊപ്പം ഓർമ്മയിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ. രാജ് ഭോസ്ലെയുടെ സംവിധാനത്തിൽ 1964 പുറത്തിറങ്ങിയ വോ കോൻഥി എന്ന ത്രില്ലർ സിനിമ വൻ വിജയമായതോടെയാണ് രാജ്യമൊട്ടാകെ നടനെന്ന നിലയിൽ പ്രശസ്തനാവുന്നത്. 60കളുടെയും 70കളുടെയും പ്രണയാതുരമായ ഒട്ടേറെ ഗാനങ്ങൾക്ക് സ്ക്രീനിൽ ജീവൻ നൽകിയത് മനോജ് കുമാർ ആയിരുന്നു. ഇന്നത്തെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ 1937 ജനനം. 10ാം വയസ്സിൽ ദില്ലിയിലെത്തി. ഹരികൃഷ്ണഗിരി ഗോസ്വാമി എന്ന പേര് മനോജ് കുമാർ ആയതിലും സിനിമാ സ്വാധീനമുണ്ട്. നടൻ ദിലീപ് കുമാറിന്റെ കടുത്ത ആരാധകനായിരുന്നതിനാലാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് സ്വന്തം പേരായി സ്വീകരിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1992 പത്മശ്രീയും 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും നൽകി രാജ്യം ആദരിച്ചു. 24 മുംബൈ. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിൽ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ തുടർന്ന് US ഓഹരി വിപണിയിൽ കനത്ത തകർച്ച. 1600 പോയിന്റിലധികമാണ് വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. 2020 ശേഷം ആദ്യമായാണ് വിപണി ഇത്രയും കടുത്ത ഇടിവ് നേരിടുന്നത്. ആപ്പിളിന്റെ മൂല്യം $310 ബില്യൺ ഇടിഞ്ഞു. അതേസമയം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാനഡ 25% തീരുവ പ്രഖ്യാപിച്ചു. ഒട്ടാവയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഈ പ്രഖ്യാപനം. ഡൊണാൾഡ് ട്രംപിന്റെ നികുതി പ്രഖ്യാപനത്തിനുള്ള പ്രതികാര നടപടിയാണ് കാനഡയുടെ തീരുവ പ്രഖ്യാപനം. പ്രഥമ മാമുക്കോയ മെമ്മോറിയൽ മാധ്യമ പുരസ്കാരം 24-ന്. മാറേണ്ട കേരളം എന്ന പരമ്പരയ്ക്ക് സീനിയർ റിസർച്ച് എഡിറ്റർ യു പ്രദീപിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ മാസം 10-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. IPL വിശേഷങ്ങളിലേക്ക്. IPL-ൽ ജയം തുടരാൻ മുംബൈ ഇന്ത്യൻസ് ഇന്ന് കളത്തിൽ. രാത്രി 7:30 നടക്കുന്ന എവേ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ. തോറ്റു തുടങ്ങുന്ന മുംബൈ ഇന്ത്യൻസിനെ ഭയക്കണമെന്ന കളിയാക്കലുകൾ ചിലപ്പോഴൊക്കെ വാസ്തവമാണ്. 2 കളി തോറ്റ മുംബൈ ആ കലിപ്പെല്ലാം തീർത്തത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ 8 വിക്കറ്റിന് തകർത്ത്. 2ാം ജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന മുംബൈക്ക് മുന്നിൽ ഇനി എതിരാളി താളം കണ്ടെത്താനാവാത്ത ലക്നൗ സൂപ്പർ ജയൻസ്. 3 മത്സരങ്ങളിൽ 2ഉം തോറ്റിരിക്കുകയാണ് ഋഷഭ് പന്തും സംഘവും. രോഹിത് ശർമ്മയുടെ ഫോമിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇപ്പോഴത്തെ ആശങ്ക. 3 കളിയിൽ മുൻ നായകന് നേടാനായത് വെറും 21 റൺസ്. പക്ഷേ ഫോമിലേക്ക് ഉയർന്നാൽ വൈറ്റ് ബോളിൽ ഹിറ്റ്മാനേക്കാൾ വലിയൊരു അപകടകാരി ഇല്ലെന്നത് വേറെ കാര്യം. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിലും തീപ്പൊരി ബൗളിംഗ് യൂണിറ്റാണ് മുംബൈയുടേത്. ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ ജോഡിക്ക് പുറമെ പുതുമുഖങ്ങളായ അശ്വിനി കുമാറും മലയാളി പയ്യൻ വിഘ്നേഷ് പുത്തൂരുമെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. നായകൻ ഋഷഭ് പന്തിന്റെ ഫോമാണ് ലക്നൌവിന്റെ പ്രശ്നം. 27 കോടി കൊടുത്ത് ടീമിലെടുത്ത പന്തിന് ഇതുവരെ നേടാനായത് 17 റൺസാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലും പോരായ്മകളേറെ. നിക്കോളാസ് പുരാന്റെയും മിച്ചൽ മാർഷിന്റെയും പവർ ഹിറ്റിങ്ങിലാണ് ഇന്നും ടീമിന്റെ പ്രതീക്ഷ. ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ പരിക്കുമാറി ആകാശ് ദീപ് തിരിച്ചെത്തുന്നത് ആശ്വാസമാകും. ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിനൊപ്പം മുംബൈക്കെതിരെ നേർക്കുനേർ പോരാട്ടങ്ങളിലെ 5-1 മൃഗീയ ആധിപത്യവും ലക്നൌവിന് പ്രതീക്ഷയാവുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.